ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ചപ്പാത്തിൻ്റെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഫിഷ് റെസിപ്പിയാണ്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയിൽ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. നല്ല സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കടായിലേക്ക് ഒരു കൈപ്പിടിയിൽ കുരുമുളകാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും അതുപോലെ തന്നെ ഒരു നുള്ളി ചെറിയ ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് നന്നായിട്ട് കഴുകിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം അതിലെ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിതാ വെളിച്ചെണ്ണ കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മീൻകറിക്കൊക്കെ നമ്മൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതൊരു 20-25 എണ്ണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഫിഷ് ഗ്രേവിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ചെറുള്ളി തന്നെയാണ് കേട്ടോ. സവാള ഒന്നും എടുക്കരുത്. ഇനി ഇതിലേക്കൊരു 6-7 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. അത് ഞാൻ ഒരു 2 എണ്ണമാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. തക്കാളി ചെറുതായി അരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ വലിയ കഷ്ണമാക്കിയിട്ട് ഇട്ടെടുത്താലും മതിയാവും. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചോ അല്ലാതെയോ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മൂടി വെച്ച് വേവിക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു സൈഡ് നമ്മൾ വലിയ കഷ്ണമാക്കിയിട്ടല്ലേ കട്ട് ചെയ്തത്, അതുകൊണ്ട് തക്കാളിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ട് മറ്റേ സൈഡ് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ചേർത്തിട്ടുള്ള മസാലപ്പൊടിൻ്റെ ആ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒരു 2 മിനിറ്റ് നേരം ഇതുപോലെ വഴറ്റി കൊടുക്കുക. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ നമ്മുടെ മസാല ചൂടൊക്കെ പോയി നല്ലോണം തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മുടെ മിക്സിൻ്റെ ചെറിയ ജാറിലെ അതിലിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. ഒരുപാട് അരഞ്ഞ് പേസ്റ്റായി പോകരുത്. അപ്പോൾ കറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ നമ്മളിത് അരച്ചെടുക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ മസാല വഴറ്റിയെടുത്തിട്ടുള്ള പാത്രത്തിൽ അതിലേക്ക് തന്നെ അരപ്പ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇത് അരച്ചെടുത്ത മിക്സിയിൽ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിലുള്ള മസാല ഒക്കെ നന്നായിട്ട് തന്നെ ഇതിലേക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1-2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോഴാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തന്നെ വെന്ത് നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും.